ടു ബോൾഡിനെ പറ്റിയുള്ള ലോ ആണ്. വളരെ സിമ്പിൾ ലോ ആണ്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. സ്ട്രൈക്കർ ഈസ് ഔട്ട് ബോൾഡ് ഇഫ് ഹിസർ വിക്കറ്റ് ഈസ് ഫെയർലി ബ്രോക്കൺ ബൈ ദ ബോൾ ഡെലിവേർഡ് ബൈ ദ ബോളർ നോട്ട് ബീങ് എ നോ ബോൾ ഈവൻ ഇഫ് ഇറ്റ് ഫസ്റ്റ് ടച്ചസ് എ സ്ട്രൈക്കേഴ്സ് ബാറ്റ് ഓഫ് പേഴ്സൺ. അതായത് നമ്മൾ നോ ബോൾ അല്ലാത്തൊരു ബോളാണല്ലോ ബോൾഡ് ആവുക. അപ്പോൾ അത് ബാറ്റ് ടച്ച് ചെയ്തിട്ട് നമ്മുടെ ഇതിൽ ബോൾഡായാലും വിക്കറ്റ് ബ്രോക്ക് ആയാലും അത് ബോൾഡായിട്ട് തന്നെ കൺസിഡർ ചെയ്യും. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. However, the striker shall not be out bowled if the striking the wicket the ball has been in contact with any other player or umpire. അമ്പയറോ വേറെ പ്ലെയറോ ആയിട്ടോ കോണ്ടാക്ട് വന്നതിന് ശേഷം നമ്മുടെ വിക്കറ്റ് കൊണ്ട് ബോൾഡ് ആവില്ല. സ്ട്രൈക്കർ വിൽ ഹവർ ബി സബ്ജക്ട് ടു ലോസ് ദാറ്റ് ഇസ് ഒബ്സ്ട്രക്റ്റിംഗ് ദ ഫീൽഡ് റൺ ഔട്ട് ആൻഡ് സ്റ്റംപ്ഡ്. അപ്പോൾ അങ്ങനെയുള്ള അതായത് ഇപ്പോൾ നമ്മൾ എറിഞ്ഞപ്പോൾ അറിയാതെ അമ്പയറുടെ ഹാറ്റിലെങ്ങാനും ജസ്റ്റ് ടച്ച് ചെയ്തിട്ടാണ് ബോൾ ഡെലിവർ ആയത്, എന്നിട്ട് അത് കൊണ്ട് കഴിയുമ്പോഴത്തേക്കും അത് നോ ബോളൊക്കെ വിളിക്കപ്പെടും, ഔട്ടാവില്ല സ്ട്രൈക്കർ. പക്ഷേ അതിനിടയിൽ റൺ ഓടുമ്പോഴത്തേക്കും റൺ ഔട്ട് ആവാനുള്ള ചാൻസ് വരും. അപ്പോൾ റൺ ഔട്ടിൻ്റെ കേസ് അല്ലെങ്കിൽ സ്റ്റംപ്ഡ് ആവാനുള്ള കേസോ ഒബ്സ്ട്രക്റ്റിംഗ് ദ ഫീൽഡൊക്കെ വരുവാണെങ്കിൽ ആവും എന്നുള്ള കേസാണ് പറയുന്നത്. Ball to take precedence. Striker is out bowled if his wicket is fairly broken even though a decision against him her for any other method of dismissal will be justified. അതായത് ബോൾഡാണ് ഫസ്റ്റ് പ്രസിഡൻസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബോൾ ചെയ്തപ്പോഴത്തേക്കും ബാറ്റ് ടച്ചായി, എന്നിട്ട് ബെയിൽസ് തെറിച്ചു, ആ ടൈമിൽ തന്നെ ക്യാച്ച് കൊടുത്തു. അപ്പോൾ അയാൾ കോട്ട് ഔട്ടായിരിക്കില്ല, അയാൾ ബോൾഡായിട്ട് ഔട്ടായി എന്നാണ് ഇതിൽ കാണിക്കുള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ ലോ നമ്പർ 32. വളരെ സിമ്പിളായിട്ടുള്ളൊരു ലോ ആണ്.